മഹാനും ഭയങ്കരനുമായി, ആലോചനയിൽ വലിയവനായി, പ്രവൃത്തിയിൽ ശക്തിമാനായ നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ പാപങ്ങൾക്ക് തന്നെത്താൻ പരിഹാരമായി ക്രൂശിൽ ഏൽപ്പിച്ച, എന്നാൽ പാപത്തിന് പരിഹാരം വരുത്തി ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലഭാഗെ നമുക്ക് വേണ്ടി മഹാപുരോഹിത വൃത്തി ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവും സന്ധ്യാവന്ദനങ്ങളും എല്ലാവർക്കും ആദരവോടെ അറിയിച്ചു. ഈ നൽകപ്പെടുന്ന നല്ല സമയങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. അവിടെ നമ്മെ തിരുകൃപയിൽ പരിപാലിക്കുന്ന നമ്മുടെ നിത്യനും ജീവനുള്ളവനുമായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. കർത്താവിന്റെ കൃപകൾക്കായിട്ട് സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ചു വരുന്ന രോഗികളായിട്ടുള്ളവരെയും ബലഹീനരായിട്ടുള്ളവരെയും ഒക്കെ ദൈവം സഹായിക്കുന്നു. വിശേഷിച്ച് ജോഷുവയുടെ വിഷയത്തിൽ ദൈവം വളരെ അത്ഭുതങ്ങളെ ചെയ്യുന്നു. ആഹാരമൊക്കെ സാധാരണ നിലയിൽ കഴിച്ചു തുടങ്ങി എന്നാണ് അറിയുന്നത്. പൂർണ്ണ ആരോഗ്യത്തിൽ ദൈവം സൂക്ഷിക്കട്ടെ. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നമുക്കിനി ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയാം. നമ്മൾ പഠിച്ചു വരുന്ന വിഷയം നമുക്ക് അറിയാമല്ലോ. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോഴത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. ആ ഭാഗങ്ങളിലാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ 1000 ആണ്ടത്തെ വാഴ്ചയെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചു വന്നതുപോലെ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ യേശുക്രിസ്തുവിന്റെ ഭരണത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്വത്തെക്കുറിച്ച് ഒക്കെ പ്രവചനങ്ങളുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്. അവിടങ്ങളിൽ നമുക്ക് ഈ 2 പദങ്ങളും ഉപയോഗിക്കാം: പ്രവചനങ്ങൾ, വാഗ്ദത്തങ്ങൾ. ബോത്ത് prophecies and promises. So we see promises and prophecies regarding the eternal kingdom of Jesus Christ very beginning from the book of Genesis. ചില പുസ്തകങ്ങളിൽ മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് പ്രവചനങ്ങളോ വാഗ്ദത്തങ്ങളോ ഇല്ലാത്തത്. ബാക്കി മിക്ക പുസ്തകങ്ങളിലും നേരിട്ടോ അല്ല സൂചകങ്ങളായിട്ടോ നമുക്ക് യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്വത്തെക്കുറിച്ച് പ്രവചനങ്ങളും വാഗ്ദത്തങ്ങളും കാണാം. എന്നാൽ ആ കാലം കൃത്യമായി പറഞ്ഞ് 1000 ആണ്ട് എന്ന് എടുത്തു പറഞ്ഞ് നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ്. അതുകൊണ്ടാണ് നാം ആ ഭാഗങ്ങൾ എടുക്കുന്നത്. അവിടെ 6 പ്രാവശ്യം യേശുക്രിസ്തു 1000 ആണ്ട് വാഴുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ 1000 ആണ്ട് എന്ന പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നിന്ന് നാം ഇന്നലെ വരെ ചിന്തിച്ചത് ക്രിസ്തുവും 1000 ആണ്ട് വാഴ്ചയും എന്നുള്ള വിഷയമായിരുന്നു. അതിൽ നാം ആവർത്തിച്ച് കണ്ട കാര്യമാണ് യേശു മശിഹയാണ്. സ്തോത്രം. യേശു മശിഹയാണ്, അഥവാ ക്രിസ്തുവാണ്. ക്രിസ്തു അല്ലെങ്കിൽ മശിഹ, ക്രിസ്റ്റോസ്, യാ എബ്രായ ഭാഷയിൽ മസായ, മസി. സ്തോത്രം. ഗ്രീക്കിലാണ് ക്രിസ്റ്റോസ്, എബ്രായ ഭാഷയിൽ അഥവാ പഴയ നിയമ ഭാഷയിൽ മശിഹ. രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെ, ഭാഷ രണ്ടാണെന്നേ ഉള്ളൂ. ഈ 2 വാക്കുകളിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ക്രൈസ്റ്റും മലയാളത്തിലെ ക്രിസ്തുവും, ഹിന്ദിയിലെ ഖ്രീസ്ത് എന്നും മസി എന്നും പറയും, ഈ പദമെല്ലാം, ഈ നാമങ്ങളെല്ലാം വന്നിരിക്കുന്നത്. എല്ലാത്തിന്റെ അർത്ഥം അഭിഷിക്തൻ, ദൈവത്താൽ നിയോഗിതൻ, പിതാവായ ദൈവത്താൽ നിയോഗിതൻ. യേശുവിന്റെ അഭിഷേകം ആത്മാവിനാലുള്ള അഭിഷേകം, പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകം,
അത് നാം യെശയ്യ 61 നിന്ന് കണ്ടു. അതുതന്നെ യേശുക്രിസ്തു തന്റെ ശുശ്രൂഷയുടെ പരസ്യ ശുശ്രൂഷയുടെ തുടക്കത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ എടുത്തു പറഞ്ഞു. ആ വാക്യങ്ങളെ വായിച്ചിട്ട് യേശുക്രിസ്തു പറഞ്ഞു, ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കയിൽ ഈ പ്രവചനത്തിന് നിവൃത്തി വന്നു. 4:19 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം അത് കാണും. അപ്പോൾ അങ്ങനെ യേശു മശിഹയായിട്ട് ഭൂമിയിൽ വന്നു. യേശുവിന്റെ മശിഹാത്വം യേശുവിനെ നിത്യ രാജാവായിരിക്കുവാൻ യോഗ്യനാക്കുന്നു. യേശുവിന്റെ മനുഷ്യത്വം ഭൂമിമേലും മനുഷ്യരുടെ മേലും ഭരണം നടത്തുവാനും യേശുവിനെ യോഗ്യനാക്കി തീർക്കുന്നു. ചിലർ കരുതുന്നത് പോലെ യേശുവിന്റെ മരണ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമല്ല യേശു ക്രിസ്തുവായത്. യേശു ജനനത്തിങ്കൽ തന്നെ ക്രിസ്തുവും രാജാവും ആയിരുന്നു. അത് ഈ നോസ്റ്റിക് അല്ലെങ്കിൽ ജ്ഞാനവാദം എന്ന് പറയുന്നവരുടെ ഒരു ദുരുപദേശമാണ്. യേശുവിന്റെ സ്നാന സമയത്ത് ആത്മാവ് വന്ന് യേശുവിൽ ദിവ്യത്വമുണ്ടായി എന്ന്, അതുവരെ സാധാരണ മനുഷ്യനായിരുന്നു എന്ന്. അതുപോലെ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് യേശുവിലെ ആ ദിവ്യത്വം അങ്ങ് പോയി, പിന്നെ വെറും മനുഷ്യനെയാണ് ക്രൂശിച്ചത് എന്നൊക്കെയുള്ള നോസ്റ്റിക് ചിന്താഗതികൾ, ജ്ഞാനവാദികളുടെ ചിന്തകൾ, അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ ഇടയിലെ ചില പുതു തലമുറ, ന്യൂ ജനറേഷൻ പ്രസംഗകർ പഠിപ്പിക്കുന്നത്. യേശു വേറെ, ക്രിസ്തു വേറെ, ഉയർപ്പിന് ശേഷം യേശു ക്രിസ്തുവായി എന്നൊക്കെയുള്ള പഠിപ്പീര്. അതൊന്നും കേട്ട് ആരും വശീകരിക്കപ്പെടരുത്. യേശു ജനനത്തിങ്കൽ തന്നെ ക്രിസ്തു ആയിരുന്നു. യേശുവിന്റെ ദൈവത്വം വെറും ദിവ്യത്വം മാത്രമല്ല, ദൈവത്വം, സ്തോത്രം, സനാതനമാണ്. മനുഷ്യത്വം മാത്രം യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ ജനനത്തോടുകൂടെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ട്രിനിറ്റി പഠിച്ചപ്പോൾ പറഞ്ഞ ഒരു വാചകം ഞാൻ ആവർത്തിച്ചു പറയുന്നു. ജീസസ് came into this world as a human being, was not a subtraction of his divinity, but an addition of humanity. Okay? Jesus becoming man was not subtraction of his divinity, his deity, but addition of humanity. യേശു ഭൂമിയിൽ വന്നത്, ജഡമെടുത്തത്, തന്റെ ദൈവത്വത്തിന്റെ ന്യൂനതയോ ഉപേക്ഷണമോ അല്ല. പകരം ആ നിത്യ ദൈവത്വത്തോടൊപ്പം മനുഷ്യത്വവും കൂടെ കൂട്ടിച്ചേർക്കൽ മാത്രമായിരുന്നു. അങ്ങനെ യേശു ക്രിസ്തു നിത്യരാജാവാണ്, നിത്യാധിപത്യമാണ് യേശുവിൻ്റെത്. എന്നാൽ അതിന്റെ പൂർണ്ണത ഇതുവരെ വന്നിട്ടില്ല. അതിനുവേണ്ടി പിതാവിന്റെ വലഭാഗെ യേശു കാത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ക്രിസ്തുവും സഹസ്രാബ്ദ വാഴ്ചയും എന്നുള്ളതിൽ യേശു ക്രിസ്തു എങ്ങനെ സഹസ്രാബ്ദ വാഴ്ചയുടെ ഭരണാധിപനാകുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ വരെ 2-3 ദിവസങ്ങൾ ചിന്തിച്ചത്. ആയതിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ നോക്കുവാൻ ആഗ്രഹിക്കുന്നത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മില്ലേനിയൽ കിങ്ഡം, ദ പർപ്പസ് ഓഫ് മില്ലേനിയം ഓഫ് ജീസസ്. ക്രിസ്തുവിന്റെ സഹസ്രാബ്ദത്തിന്റെ ഉദ്ദേശമെന്ന്, ക്രിസ്തുവിൻ സഹസ്രാബ്ദ വാഴ്ചയുടെ ഉദ്ദേശത്തെ കുറിച്ചാണ് നാം ഇനിയും ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. 3-4 കൂട്ടം കാര്യങ്ങൾ അതിൽ ചിന്തിക്കണം എന്ന് കർത്താവിൽ ആശിക്കുന്നു.
നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് മൊത്തമായിട്ടുള്ളത് ചിലപ്പോൾ ആയിരിക്കില്ല. പ്രധാനപ്പെട്ട ചില ചിന്തകൾ മാത്രമാണ് നമ്മൾ പങ്കുവയ്ക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ പഠനങ്ങളിൽ വേറെയും കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതും കൂടെ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാം. ഇതിനെയൊക്കെ സംബന്ധിച്ച് കവിതകൾ എഴുതാനോ പാട്ടെഴുതാനോ ലേഖനങ്ങൾ എഴുതാനോ ഒക്കെ കഴിവുള്ളവർ അതൊക്കെ ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ നരകത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനത്തിൽ ഒരാളിന്റെ കമന്റ് ഞാൻ കുറച്ച് ഭാഗം വായിച്ച് കേൾപ്പിച്ചത് ഓർക്കുമല്ലോ. അദ്ദേഹം ഇന്നെനിക്ക് ഒരു മെസ്സേജ് തന്നു. മറുപടി കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ഒരു ഫീച്ചർ പോലെ നരകത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത് അദ്ദേഹം ഒരു ഫീച്ചർ പോലെ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം എനിക്കൊരു സൂചന നൽകി. ഇതുപോലെ നിങ്ങൾക്ക് ഫീച്ചർ പോലെയോ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിലോ അല്ല എഴുത്തിലൂടെയോ കവിതയിലൂടെയോ ഗാനങ്ങളിലൂടെയോ അല്ല വരകളിലൂടെ ചിത്രങ്ങളിലൂടെയോ ഒക്കെ ചിത്രീകരിക്കാൻ സാധിക്കുമെങ്കിൽ നല്ല കാര്യമായിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നി ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, ആരായിരുന്നു എന്നെനിക്ക് ഓർമ്മയില്ല, ഏതോ ദൈവദാസന്മാർ മലയാള മനോരമയുടെ ഒരു ഫുൾ പേജ്, ബാക്ക് പേജ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, ഫുൾ പേജ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവും സഭയുടെ ഉൽപ്രാപണവും സംബന്ധിച്ച് ഒരു ചിത്രീകരണം, ഒരു ചിത്രം ഉണ്ടാക്കി. അതിനുശേഷം ഒത്തിരിയിടത്ത് ആ പടം ഞാൻ കണ്ടിട്ടുണ്ട്. നിശ്ചല ചിത്രങ്ങളാണ്. യേശുക്രിസ്തുവിന്റെ വരവ്, മേഘങ്ങളിൽ കർത്താവ് വരുന്നു, സഭ എടുക്കപ്പെടുന്നു. അപ്പോൾ ചിലര് ഫ്ലൈറ്റ് പറത്തുന്ന പൈലറ്റ്സ് ആണ്. പൈലറ്റ് കർത്താവിന്റെ വരവിൽ പോകുന്നു, ഫ്ലൈറ്റ് ക്രാഷ് ആകുന്നു. ചിലര് ബസ് ഡ്രൈവറാണ്, അല്ലെങ്കിൽ വണ്ടികളുടെ ഡ്രൈവർ സീറ്റിലിരിക്കുന്നവരാണ്. രക്ഷിക്കപ്പെട്ടവര് പറന്നു പോകുന്നു, വണ്ടി പോയി ഇടിക്കുന്നു. ഇവിടെയൊക്കെ നിന്ന് പിന്നെ കല്ലറകളിൽ നിന്ന് ചില കല്ലറകൾ തുറന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ചിത്രീകരണം, ഒരു ഫുൾ പേജ് ഉണ്ടായിരുന്നു. എന്നാ ഞാൻ ആദ്യമായിട്ടത് കാണുന്നേ, മറ്റെവിടെയെങ്കിലും അതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുപോലെ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ താലന്തുകൾ ലഭിച്ചിട്ടുള്ളവർക്ക് ചെയ്യാം എന്ന് ഞാനൊന്ന് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. ആ ഫീച്ചർ പോലെ നരകത്തെക്കുറിച്ചൊക്കെ എഴുതിയ ആചാര്യനോടുള്ള പ്രത്യേക എന്താണ് പറയുന്നത്, കൺഗ്രാറ്റ്സും കൂടെ പറയുകയാണ്. കർത്താവ് സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയുടെ ഉദ്ദേശത്തെക്കുറിച്ച്. എന്ത് ലക്ഷ്യത്തോടുകൂടെയാണ് ഈ സഹസ്രാബ്ദ വാഴ്ച ഉള്ളത്? പല ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ ചിലത് മാത്രം നാം ചെയ്യുന്നു. അതിനോട് ചേർത്ത് നിങ്ങൾക്ക് പഠിക്കുകയും കണ്ടെത്തുകയുമാകാം. അത്യാവശ്യം പ്രയോജനപ്പെടും എന്നുള്ളത് നമ്മൾ പറയാതെ വിടുന്നത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ പറയാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിനാണ് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും വിശദീകരണം എന്ന് ചോദിച്ച് ഞാൻ ചോദിക്കാറുള്ളത്. എനിക്ക് മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതോ ആയ പല കാര്യങ്ങളും നിങ്ങൾ പലർക്കും ശ്രദ്ധയിൽപ്പെട്ടേക്കാം. മറ്റു പല പുസ്തകങ്ങളും, ഞാൻ വായിക്കാത്ത പല പുസ്തകങ്ങളും വായിച്ചിട്ടുള്ളവരുണ്ടാകും, പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരുണ്ടാകും, ക്ലാസ്സുകൾ സംബന്ധിച്ചിട്ടുള്ളവരുണ്ടാകും. അപ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അല്ല, വേദപുസ്തകത്തിന്റെ തുറന്ന വായനയിൽ തന്നെ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നും വന്നേക്കാം. അങ്ങനെയുള്ളതൊക്കെ പങ്കുവയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. കാരണം നമ്മുടെ ക്ലാസ് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആണ്, പരസ്പരം പറഞ്ഞുകൊണ്ട്. അതിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഒക്കെ. അതിൽ നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചിലരൊക്കെ പറയുന്നത് പോലെ മണ്ടൻ ചോദ്യങ്ങളായിരിക്കും. എന്നാലും സാരമില്ല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്തോത്രം. അപ്പൊ നമ്മളിപ്പോൾ നോക്കുന്നത് ദ പർപ്പസ്.
സഹസ്രാബ്ദത്തിന്റെ ഉദ്ദേശം, അതിൽ ഒന്നാമത്തേതായിട്ട് നമുക്ക് നോക്കാൻ കഴിയുന്നത് ടു റിവാർഡ് ദ സെയിൻസ്, വിശുദ്ധന്മാർക്ക് പ്രതിഫലം നൽകേണ്ടതിന്. ഫോർ റിവാർഡിങ് ദ സെയിൻസ്, നീതിമാന്മാർക്ക്, വിശുദ്ധന്മാർക്ക് പ്രതിഫലം നൽകേണ്ടതിന് വേണ്ടി ഈ സഹസ്രാബ്ദ വാഴ്ച ഉപയോഗിക്കപ്പെടുന്നു. സ്തോത്രം. നമുക്ക് തിരുവഴുത്തിൽ ഉടനീളം കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, സ്തോത്രം, നീതിമാന്മാർക്ക് പ്രതിഫലമുണ്ട് നിശ്ചയം. സ്തോത്രം. സങ്കീർത്തനങ്ങളിലും സദൃശ്യവാക്യങ്ങളിലും ഉൾപ്പെടെ നമുക്ക് ആ കാര്യങ്ങളെ കാണാം. സദൃശ്യവാക്യങ്ങൾ 11:18, പ്രോവർബ്സ് 11:18. വേഗത്തിൽ The wicked man earns deceptive wages, but he who sows righteousness reaps a sure reward. That means for the righteous there is a reward for sure. നീതിയിൽ വിതയ്ക്കുന്നവന് പ്രതിഫലമുണ്ട് എന്ന് വെച്ചാൽ നീതിമാന് പ്രതിഫലമുണ്ട് എന്ന് അർത്ഥം. സങ്കീർത്തനം 58:11, Psalms 58:11. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. വേറെ ഒത്തിരി ഭാഗങ്ങളുണ്ട്. നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ഇന്നലെയും നമ്മൾ പറഞ്ഞതുപോലെ ഈ പ്രതിഫലം ഈ ഭൂമിയിലെ എന്തെങ്കിലും നന്മകളാണെന്ന് കരുതരുത്. സ്തോത്രം. ഇന്ന് നമ്മുടെ ഇടയിൽ വളരെയധികം പ്രസംഗിക്കപ്പെടുന്ന ഒരു തെറ്റായ സന്ദേശമാണ്. ഞാൻ പൊതുവെ അല്പം ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു പ്രസംഗകൻ, ഇന്ന് ഞാനൊരു പോസ്റ്റ് കണ്ടു, ദൈവം നിന്നെ മാനിക്കും. ആ മാന്യത നമ്മൾ ഇന്നലെയാണെന്ന് തോന്നുന്നു ചിന്തിച്ചതുപോലെ ഈ ഭൂമിയിലെ എന്തൊക്കെയോ ഉയർച്ചകളാണെന്നാ കരുതുന്നത്. ഒരു ലക്ഷറി കാർ എനിക്ക് കിട്ടിയതല്ല എൻ്റെ ഉയർച്ച. ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 2 BHK അല്ലെങ്കിൽ ഒരു 3 BHK, ഒരു വലിയ ഹൗസിംഗ് സൊസൈറ്റിയില് 2 മുറിയുള്ള ഒരു ഫ്ലാറ്റ് കിട്ടുന്നതല്ല ഇവിടുത്തെ മാന്യത. നമുക്കറിയാമല്ലോ, 100 കണക്കിന് വേലക്കാരൊരു വീട്ടിൽ ഒരു ദിവസം പണി ചെയ്യുന്ന ഉന്നതന്മാർ, മാന്യന്മാർ താമസിക്കുന്ന ഒരു പട്ടണമാണ് ഈ ബോംബെ. അവിടുത്തെ സ്വീപ്പർമാർക്ക് ലക്ഷക്കണക്കിനാണ് ശമ്പളം കിട്ടുന്നതെന്ന പേപ്പറിലൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള മാന്യതയാണോ കർത്താവ് നീതിമാന്മാർക്ക് നൽകുന്നത്? ഒരിക്കലും അല്ല. അത് വരാനിരിക്കുന്നതേ ഉള്ളൂ, ഈ ലോകത്തിലല്ല. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരല്ല. 1 Corinthians 15:19, 1 Corinthians 15:19 പൗലോസ് ഇത് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ക്രിസ്തുവിലുള്ള പ്രത്യാശ ഈ ഭൂമിയിലെ എന്തെങ്കിലും നശിച്ചു പോകുന്ന നന്മകൾ പ്രാപിക്കുന്നതിന് വേണ്ടിയല്ല. മുൻപും വളരെ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കുന്നു. വെള്ളത്തിൽ മുങ്ങുന്നതോ നശിച്ചു പോകുന്നതോ വാളുകൊണ്ട് വെട്ടിമുറിക്കാൻ കഴിയുന്നതോ തീയിൽ വെന്തുപോകുന്നതോ കാറ്റത്ത് പറന്നു പോകുന്നതോ മണ്ണിൽ അഴുകിപ്പോകുന്നതോ ഒക്കെയായ വസ്തുക്കളല്ല നീതിമാന്മാർക്ക് ദൈവം
പ്രതിഫലമായി നൽകുന്നത്. സ്തോത്രം. പ്രതിഫലമായി നൽകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും സാധിക്കാത്ത, സാത്താന് പോലും കൈകടത്താൻ കഴിയാത്ത തരത്തിലെ സ്തോത്രം പ്രതിഫലങ്ങളാണ് കർത്താവ് നീതിമാന്മാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു പ്രതിഫലം കർത്താവ് നീതിമാന്മാർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതാണ് നാം ഇപ്പോൾ വായിച്ച ഭാഗങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. സ്തോത്രം. അപ്പോൾ അങ്ങനെ നീതിമാന്മാർക്ക് പ്രതിഫലം നൽകുന്നതിന് വേണ്ടി കർത്താവ് ഈ സഹസ്രാബ്ദത്തെ ഒരുക്കിയിരിക്കുന്നു. അതെങ്ങനെ? സ്തോത്രം. നമ്മൾ നേരത്തെ വായിച്ചതുമാണ്. കർത്താവ് പറഞ്ഞത്, സകലവും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ വായിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? ഈ ലോകത്ത് വരാനുള്ള അല്പം കൂടെ ഉറച്ചെന്ന് പറയാമോ? ഈ ലോകത്തും വരുവാനുള്ള ലോകത്തും 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും. അതെ, സ്തോത്രം. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ വരുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യപുത്രൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ? ഇത് വാക്യം കൊണ്ടൊന്ന് പറഞ്ഞാൽ. മത്തായി സുവിശേഷം 19-ാം അധ്യായം 28-29. മാത്യു ചാപ്റ്റർ 19. യേശു തന്റെ അപ്പോസ്തലന്മാരോട് വാക്ക് പറഞ്ഞതാണിത്. നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലം, അതിൽ ഒരു പ്രതിഫലമാണ് ഞാൻ മശിഹാ തമ്പുരാൻ, മനുഷ്യപുത്രൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രങ്ങൾ 12-നെയും ന്യായം വിധിക്കും. സ്തോത്രം. ഇസ്രായേലിനെ ആ സമയത്ത് ഭരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പകരക്കാരായി ഇവർ അപ്പോസ്തലന്മാരായിരിക്കും. ഇതുപോലെയുള്ള വാഗ്ദത്തങ്ങൾ, പ്രതിഫലങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പ്രതിഫലങ്ങൾ വാഗ്ദത്തങ്ങളായി നൽകപ്പെട്ടിട്ടുണ്ട്. അത് നിറവേറ്റുന്നതിന് വേണ്ടിയാണ് സ്തോത്രം ഈ സഹസ്രാബ്ദ വാഴ്ച എന്നാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. മത്തായി 25-ാമത്തെ അധ്യായത്തിലും നമ്മൾ നേരത്തെ വായിച്ചതാണ്. 34 വാക്യത്തിൽ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. സ്തോത്രം. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം, ദ കിങ്ഡം പ്രിപ്പയർഡ് ഫോർ എവർലാസ്റ്റിംഗ്, ദ പാസ്റ്റ് ഇറ്റേണിറ്റി. സ്തോത്രം. Come and occupy, come and possess. അപ്പോൾ ഇങ്ങനെ ലോകസ്ഥാപനം മുതൽ വിശുദ്ധന്മാർക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുള്ള ഒരു രാജ്യമാണ്. അത് അവർക്ക് നൽകുക, വാഗ്ദത്തം നിവർത്തിക്കുക എന്ന ഒരു ഉദ്ദേശം ഈ സഹസ്രാബ്ദത്തിന് ഉണ്ട്, സഹസ്രാബ്ദ വാഴ്ചയ്ക്കുണ്ട്. സ്തോത്രം. രണ്ടാമത്, സെക്കൻഡ് പർപ്പസ്, രണ്ടാമത്തെ ഉദ്ദേശം,
to answer the disciples' prayer. To answer the disciples' prayer. ശിഷ്യന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക. മനസ്സിലായി കാണുമല്ലോ. പ്രത്യേകിച്ച് സെർമൺ ഓൺ ദ മൗണ്ട് പഠിച്ചവർക്ക് ഓർമ്മ വന്ന് കാണും. ഏതാണ് ഡിസൈപ്പിൾസ് പ്രയർ? ശിഷ്യന്മാരുടെ പ്രാർത്ഥന. Our Father in heaven, Yes, our Father in heaven. നമ്മിൽ പലർക്കും അറിയാമായിരിക്കും. അറിയത്തില്ലെങ്കിൽ ഒന്ന് മനപ്പാഠം പഠിച്ചോണം കേട്ടോ. പെന്തക്കോസ്തുകാരായതുകൊണ്ട് ആ പ്രാർത്ഥന ചിലർക്ക് അരോചകമാണ്. അങ്ങനെ അരോചകമായിട്ടൊന്നും കാണണ്ട. മറ്റ് സാമുദായിക സഭകളിൽ ചെയ്യുന്നത് പോലെ ഏത് പ്രാർത്ഥനയ്ക്കും ഒടുവിൽ ഈ പ്രാർത്ഥന ചൊല്ലണ്ട എന്നേ ഉള്ളൂ. ഇനി അഥവാ ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ കൂടെ ചൊല്ലുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ബൈബിളിലെ വാക്യങ്ങളാണ്, ബൈബിൾ വാക്യങ്ങളാണ്. അത് നമ്മൾ ഏത് സമയത്തും ഉരുവിടാമെന്ന് മാത്രം. എന്നാൽ നമ്മൾ നമ്മുടെ യോഗങ്ങളിൽ അത് സാധാരണയായിട്ട് ചൊല്ലാറില്ല. അതിന് കാരണം നമ്മൾ പഠിച്ചു, ഇറ്റ്സ് എ മോഡൽ പ്രയർ. ഇത് ഒരു പ്രാർത്ഥനയുടെ മാതൃകയാണ്, മാതൃകാ പ്രാർത്ഥന. ഇത് ഒരു ഡൈ ആണ്. മെക്കാനിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഡൈ. പാത്രമോ അല്ലെങ്കിൽ പാത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പനികൾക്ക് അവരുടെ ഡൈ ഉണ്ട്. നമ്മള് ഇഡലി ഉണ്ടാക്കാൻ ഇഡലി പാത്രം ഉള്ളതുപോലെ, ഉണ്ണിയപ്പത്തിന്റെ പാത്രം ഉള്ളതുപോലെ ഒരു ഡൈ, ഒരു മാതൃക. നമ്മൾ ആ സമയത്ത് കണ്ടു, നമ്മൾ ഈ പ്രാർത്ഥനയെ പൊതുവെ ലോകം മുഴുവനും അറിയുന്നത് ലോർഡ്സ് പ്രയർ, കർത്താവിന്റെ പ്രാർത്ഥന എന്നാണ്. പക്ഷെ നമ്മൾ പഠിച്ചു ഇത് ഡിസൈപ്പിൾസ് പ്രയർ ആണ്, ഒരു ശിഷ്യന്റെ പ്രാർത്ഥനയാണ്. കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് യേശു കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ. ഈ പ്രാർത്ഥന യേശു കർത്താവിന്റെ പ്രാർത്ഥനയല്ല. കാരണം യേശു കർത്താവ് ഇതിനകത്ത് അന്നന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണേ എന്ന് പറയേണ്ടുന്നവനല്ല. പിന്നെ ഇതിനകത്തൊരു പാപക്ഷമയുടെ അപേക്ഷ കൂടെ ഉണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും, അല്ലെങ്കിൽ പാപം ക്ഷമിക്കണമേ. യേശുവിന് പാപക്ഷമയുടെ ആവശ്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് യേശുവിന്റെ പ്രാർത്ഥനയല്ല. അതുകൊണ്ട് തന്നെ ഇത് കർത്താവിന്റെ പ്രാർത്ഥനയല്ല. എന്നാൽ ഇത് ശിഷ്യന്റെ പ്രാർത്ഥനയാണ്, ക്രിസ്തു ശിഷ്യന്മാരുടെ. ആ പ്രാർത്ഥനയിലെ ഒരു പ്രധാന ഘടകമാണ് നിന്റെ രാജ്യം വരണമേ. സ്തോത്രം. അപ്പൊ പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരയണമേ. സ്തോത്രം. നൂറ്റാണ്ടുകളായി ശിഷ്യന്മാർ ഇത് പ്രാർത്ഥിക്കുന്നു. നമ്മളും അറിഞ്ഞോ അറിയാതെയോ പ്രാർത്ഥിക്കാറുണ്ട്. സ്തോത്രം. നമ്മൾ പ്രത്യേകിച്ച് ഈ അടുത്ത സമയങ്ങളിൽ പ്രാർത്ഥിച്ചു പോകുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ജോൺസൺ പാസ്റ്റർ, അദ്ദേഹം ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറയേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയി. ഇനിയും പ്രാർത്ഥിച്ചാൽ മതിയാവും. അദ്ദേഹം ഇന്ന് മറാഠിയിലാണ് ഉള്ള ഒരു ചെറിയ പോസ്റ്റ് എനിക്ക് ഇട്ട് തന്നു. മഹാരാഷ്ട്രയിലെ ഒരു റൂളിംഗ് പാർട്ടിയുടെ, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ഒരു MLA, അദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതമാണ്, പേരും ഫോട്ടോയും സഹിതമാണ് വന്നിരിക്കുന്നത്. നാസിക് ഏരിയയിൽ മതപരിവർത്തനം രൂക്ഷമായിട്ട് നടക്കുന്നു.
അതുകൊണ്ട് ക്രിസ്തീയ പ്രവർത്തകരെ, പുരോഹിതന്മാരെ കൊല്ലുന്നവർക്ക് 11 ലക്ഷം രൂപ പാരിതോഷികം. അത് പല തുകകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഉപദ്രവിക്കുക, പിടിച്ചുകൊണ്ടുവരിക, കൊല്ലുക എന്നൊക്കെയുള്ള പരസ്യമായ ആഹ്വാനം കൊടുത്തിരിക്കുന്നു. ഇന്ന് അവിടെയുള്ള ക്രൈസ്തവർ ഒരുമിച്ച് ചേർന്ന് കളക്ടർക്ക് നിവേദനം കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ് എനിക്ക് കിട്ടിയത്. ഇങ്ങനെയുള്ള പീഡകൾ വർദ്ധിച്ചു വരുമ്പോൾ, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലും ഒക്കെ നടക്കുന്നത് പോലെ യുദ്ധങ്ങൾ ഏറി വരുമ്പോൾ, അങ്ങനെ പലവിധമായ പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ കണ്ടുവരുമ്പോൾ, നമ്മൾ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു പോകും, കർത്താവേ, അങ്ങ് വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ. നമ്മുടെ പല സഭകളിലും സോഷ്യൽ മീഡിയയിൽ പലയിടത്തും നിങ്ങൾ കണ്ടു കാണും, പല സഭകളിലും അരുതാത്തത് പലതും സംഭവിക്കുന്നു. ചിലയിടത്ത് സഭാ ഹെഡ്ക്വാർട്ടറുകളിൽ, ചിലയിടത്ത് പാസ്റ്റേഴ്സ് കൂടി വരുന്നിടത്ത്, ചിലത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ചില വീഡിയോസ് എപ്പോഴത്തതാണെന്ന് എനിക്കറിയില്ല, തിരുവത്താഴം ഒരുക്കി വച്ചിരിക്കുന്നു, തിരുമേശ ഒരുക്കി വച്ചിരിക്കുന്നു. അതിനുള്ള പാട്ടും കാര്യങ്ങളും നടക്കുമ്പോൾ മറുഭാഗത്ത് ഉന്തും തള്ളും ഒക്കെ നടക്കുന്നു, ഹോളിനകത്ത് തന്നെ. ഇങ്ങനെ സഭയ്ക്കകത്ത അരുതായ്മകൾ കാണുമ്പോൾ നമ്മൾ നെടുവീർപ്പിട്ട് പറഞ്ഞു പോകും, കർത്താവേ, അങ്ങയുടെ രാജ്യം വരേണമേ. സ്തോത്രം. അപ്പോൾ നമ്മൾ ആ പ്രാർത്ഥനയിൽ എന്താണ് പറയുന്നത്? ഇങ്ങനെ തത്ത പറയുന്നത് പോലെ, സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയല്ല. ഹൃദയംഗമായി ദൈവത്തോട് ക്രിസ്തു ശിഷ്യർ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്, കർത്താവേ, അങ്ങ് വരേണമേ, അങ്ങയുടെ രാജ്യം വരേണമേ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പണ്ടൊക്കെ നമ്മുടെ സഹോദരിമാരുടെ അവര് സാരിയും ബ്ലൗസും ആയിരുന്നല്ലോ, ബ്ലൗസിനൊക്കെ ഇറക്കമുള്ള കൈയായിരുന്നു. അതിങ്ങനെ അതിൻ്റെ ഇറക്കമൊക്കെ കുറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ആദ്യകാല പിതാക്കന്മാർ, പാസ്റ്റേഴ്സ് ചിലർ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്, കർത്താവേ, ഇതിന്റെ ഇറക്കം ഇനിയും കുറയുന്നതിന് മുമ്പേ നീ അങ്ങ് വരണേ. അപ്പൊ അന്ന് സ്ലീവ്ലെസ് ഒന്നും ആയിട്ടില്ല, ഇറക്കം കുറഞ്ഞിട്ടേ ഉള്ളൂ. കൈയുടെയൊക്കെ ഇറക്കം, ബ്ലൗസിൻ്റെ ഇത് കുറഞ്ഞു വന്നപ്പോൾ തന്നെ അവരൊക്കെ പ്രാർത്ഥിച്ചു വന്ന്. എന്ന് വെച്ചാൽ പാപം പെരുകുന്നത് കാണുമ്പോൾ, അനീതിയുടെ വർധനവ് കാണുമ്പോൾ, അന്യായം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭക്തന്മാർ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ നെടുവീർപ്പിട്ട് ഭക്തന്മാർ പറയും, കർത്താവേ, എത്രത്തോളം അങ്ങ് വരണമേ, അങ്ങയുടെ രാജ്യം സ്ഥാപിക്കപ്പെടണമേ. യുദ്ധങ്ങൾ, ഭൂകമ്പങ്ങൾ, മാറാരോഗങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, മനുഷ്യരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ. അപ്പോൾ ഭക്തന്മാരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. സ്തോത്രം. നമ്മൾ കരുതി വെച്ചത്, നമ്മൾ പ്ലാൻ ചെയ്തത്, നമ്മൾ പദ്ധതിയിട്ടത് നിവർത്തിച്ചു തരണമേ എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥന. പകരം അങ്ങയുടെ രാജ്യം സ്ഥാപിക്കപ്പെടണമേ. സ്തോത്രം.
അത് നമ്മൾ നിരന്തരം ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നവരല്ലെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങണേ. മത്തായി 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുടെ ഒരു റിപ്പറ്റീഷൻ, ആവർത്തനമല്ല ഞാൻ ഈ പറയുന്നത്. പകരം അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയം, ദൈവരാജ്യ സ്ഥാപനത്തിനായി വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുക. സ്തോത്രം. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് തന്റെ രാജ്യം സ്ഥാപിക്കുന്നത്. സ്തോത്രം. മനസ്സിലായോ? മത്തായി 6-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചതാണ്. 9 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഓരോ പദങ്ങളും എടുത്ത് പഠിച്ചതാണല്ലോ. യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം, ഈ വെളിപ്പാട് പുസ്തക പഠനത്തിന് തൊട്ടു മുമ്പുള്ള നമ്മുടെ പഠനം അതായിരുന്നു ആ സമയത്ത്. സ്തോത്രം. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളിലുമാണ് അത് നമ്മൾ കാണുന്നത്. സ്തോത്രം. അങ്ങയുടെ രാജ്യം വരേണമേ, ദൈവരാജ്യ സ്ഥാപനം. അപ്പോൾ ഈ ഭൂമിയിൽ അക്ഷരീകമായി ദൈവം സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തിന്റെ ആദ്യ ഗഡു, ആദ്യ പടി, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആണ് ഈ സഹസ്രം. God will establish his literal kingdom, his physical kingdom. God's kingdom has two connotations. One is spiritual and one is physical. One is immediate and one is futuristic. ദൈവരാജ്യത്തിന്റെ 2 തലങ്ങൾ, ഒന്ന് ഇപ്പോഴത്തെ അവസ്ഥയുണ്ട്, അതാണ് ദൈവസഭ. റോമാലേഖനം 14-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമത്രേ. സന്തോഷവുമത്രേ. അത് ആത്മീയ ദൈവരാജ്യമാണ്. ഭൗതിക ദൈവരാജ്യത്തിന്റെയും അവസ്ഥ അത് തന്നെ. എന്നാൽ ഇപ്പോൾ നമുക്കത് അനുഭവിക്കാം. സ്തോത്രം. അക്ഷരീയമായിട്ടുള്ളതല്ലെന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ. സ്തോത്രം. The kingdom of God is in your midst. That is a spiritual kingdom. So that spiritual kingdom is established in the heart of every true Christian. And also that is an experience of the true church. അപ്പോൾ ഈ ദൈവരാജ്യത്തിന്റെ ആത്മീയ സ്വഭാവം, 2, താൽക്കാലിക സ്വഭാവവും ആത്മീയ സ്വഭാവവും. ഓക്കെ, the immediate meaning and the spiritual meaning of the kingdom of God is now in every individual Christian as well as in the true church of God. ഈ ദൈവരാജ്യത്തിന്റെ 2 കാര്യങ്ങൾ, ഒന്ന് താൽക്കാലികമായ അർത്ഥം, ഇപ്പോഴത്തെ അർത്ഥം. 2, ആത്മീക അർത്ഥം. ഇത് രണ്ടും ഇപ്പോൾ ഓരോ യഥാർത്ഥ ക്രിസ്തുവിശ്വാസിയിലും ആ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നു. 2, യഥാർത്ഥ ദൈവസഭയ്ക്കുള്ളിലും ദൈവരാജ്യത്തിന്റെ ആത്മീയ സ്വഭാവമുണ്ട്. എന്നാൽ ഇപ്പോൾ ഉള്ള ഒരു ആത്മീയ അവസ്ഥ മാത്രമല്ല ദൈവരാജ്യം. വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവരാജ്യത്തിന് ഒരു ഫ്യൂച്ചറിസ്റ്റിക്കായ, ഭാവിപരമായ പൂർത്തീകരണമുണ്ട്. ലിറ്ററൽ, അക്ഷരീയമായ ഒരു നിറവേറലുമുണ്ട്. കൂടെ വരുന്നുണ്ടല്ലോ. സ്തോത്രം. അക്ഷരീകമായതും ഭാവിപരമായതുമായ, വസ്തുതാപരമായ ഒരു നിറവേറലുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ വരവോടുകൂടെയേ സംഭവിക്കൂ. അതിന്റെ ആദ്യ ഇൻസ്റ്റാൾമെന്റ് ആണ്,
ആ അക്ഷരീകവും ഭാവിപരവുമായ ദൈവരാജ്യത്തിന്റെ ആദ്യത്തെ സ്ഥാപനമാണ്, അതിന്റെ തുടക്കമാണ് ഈ 1000 ആണ്ട് വാഴ്ച എന്നുള്ളത്. അപ്പോൾ അത് കർത്താവ് സ്ഥാപിക്കുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്ന നിലയിലാണ്. സ്തോത്രം. ഉത്തരം എന്ന നിലയിലാണ്. മൂന്നാമത്തെ ഉദ്ദേശം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? ശരി, ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. സ്തോത്രം. To fulfill certain divine covenants, ചില ദൈവിക ഉടമ്പടികളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് സഹസ്രാബ്ദം. To fulfill, or the third purpose is the fulfillment of certain divine covenants. ദൈവിക ഉടമ്പടികളുടെ പൂർത്തീകരണം. ദൈവിക ഉടമ്പടികളുടെ പൂർത്തീകരണം. ദൈവിക ഉടമ്പടികളുടെ പൂർത്തീകരണം. അതില് നമ്മൾ നോക്കുന്നത് ചില ഉടമ്പടികളുണ്ട്. ഉദാഹരണത്തിന് പാലസ്തീനിയൻ കവനന്റ്, ഏബ്രഹാമിക് കവനന്റ്, ഡേവിഡിക് കവനന്റ് ആൻഡ് ദ ന്യൂ കവനന്റ്. ഇങ്ങനെ 3-4 എടുത്തു പറയുന്നു. That means God of the Bible is a God of the covenant. ബൈബിളിലെ ദൈവം ഉടമ്പടികളുടെ ദൈവമാണ്. God's people are called a people of the covenant. ദൈവജനത്തെ വിളിക്കുന്നത് ഉടമ്പടിയുടെ ജനത എന്നാണ്. ബൈബിളിലെ ദൈവം ഉടമ്പടികളുടെ ദൈവം. ദൈവത്തിന്റെ ജനം ഉടമ്പടിയുടെ ജനത. പല ഉടമ്പടികൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാം. അതിൽ ചിലതാണ് പ്രധാനമായും ഉള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. ഒന്ന് പാലസ്തീനിയൻ കവനന്റ് അഥവാ പലസ്തീന്യ ഉടമ്പടി. This is also called the covenant of the land. ദേശത്തിന്റെ ഉടമ്പടി എന്നും ഇതിനെ വിളിക്കുന്നു. മറ്റൊന്നാണ് ഏബ്രഹാമിക് കവനന്റ്, അബ്രഹാമ്യ ഉടമ്പടി. മൂന്നാമത്തേതാണ് ഡേവിഡിക് കവനന്റ്, ദാവീദ്യ ഉടമ്പടി. പിന്നെ ഉള്ളതാണ് പുതിയ നിയമം അഥവാ ന്യൂ കവനന്റ്, പുതിയ ഉടമ്പടി. പുതിയ ഉടമ്പടി. ഇങ്ങനെ ഈ ഉടമ്പടികളുടെ പൂർത്തീകരണത്തിനായിട്ട് ദൈവം ഈ സഹസ്രാബ്ദം ഈ ഭൂമിയിൽ വയ്ക്കുന്നു. അതിൽ ഒന്നാമത്തേത്, നമ്മൾ ഇതിനോടകം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല, പറഞ്ഞ് പോകാം. ഒന്ന് പാലസ്തീനിയൻ കവനന്റ്.
പലസ്തീന്യ ഉടമ്പടി. അത് നമ്മൾ വായിച്ചതാണ്. Deuteronomy chapter 30 verses 1 to 10. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ അതിന്റെ 3ഉം 4ഉം വാക്യങ്ങൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ വായിച്ചോളൂ, അതിന്റെ 3ഉം 4ഉം. Then 3 and 4. then the Lord your God will restore your fortunes and have compassion on you and gather you again from all the nations where he scattered you. Even if you have been banished to most of the distant land under the heavens, from there the Lord your God will gather you and bring you back. നമുക്ക് ഈ ഉടമ്പടിയെ അബ്രഹാമ്യ ഉടമ്പടിയോടും കൂടെ ചേർത്ത് വയ്ക്കാം. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് നമുക്കിവിടെ എടുക്കാം. ചിലർ ഇതിനെ 2ആയിട്ട് കാണുന്നുണ്ട്, ചിലർ 1ആയിട്ട് കാണുന്നുണ്ട്. ഏതായാലും വളരെ സാമ്യമുള്ളതാണ്. Abrahamic covenant as well as the Palestinian covenant. ഇവിടെ മോശ തന്റെ ജീവിതാവസാനത്തിൽ ഇസ്രായേൽ മക്കളോട് പറയുന്ന കാര്യം, നിങ്ങൾ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ചിതറിക്കപ്പെട്ടാലും 4 ദിക്കുകളിൽ നിന്നും യഹോവയായ ദൈവം നിങ്ങളെ കൂട്ടിച്ചേർക്കും, നിത്യരാജ്യം സ്ഥാപിക്കും. നമുക്ക് അബ്രഹാമ്യ ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ, അപ്പൊ നമ്മൾ 1-ാമത്തെ 2-ാമത്തെ ഒരുമിച്ച് എടുക്കുക കേട്ടോ. പാലസ്തീനിയൻ കവനന്റും എബ്രഹാമിക് കവനന്റും, പലസ്തീന്യ ഉടമ്പടിയും അബ്രഹാമ്യ ഉടമ്പടിയും കൂടെ നാം ഒരുമിച്ചെടുക്കുന്നു. നമ്മൾ ഇപ്പോൾ ഈ വായിച്ചതാണ് പലസ്തീന്യ ഉടമ്പടി. ദൈവം ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തം ചെയ്ത, ഇസ്രായേൽ മക്കൾ കൈവശമാക്കുവാൻ അവരെ വിടുവിച്ചു കൊണ്ടുപോകുന്ന ദേശം അവർക്ക് ശാശ്വത അവകാശമായി കൊടുക്കും എന്ന് അന്തിമമായി കൊടുക്കുന്ന വാഗ്ദത്തമാണ്. നാം അത് തന്നെ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ കാണുന്നുണ്ട്. ഉൽപ്പത്തി 12 മുതൽ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന വാഗ്ദത്തങ്ങൾ. സ്തോത്രം. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വലിയവനാക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങൾ അഥവാ ജാതികളും അനുഗ്രഹിക്കപ്പെടും. പിന്നെ ഈ ദേശം, നീ ഇന്ന് നിൽക്കുന്ന ദേശം ഞാൻ നിന്റെ സന്തതിക്ക് ശാശ്വത അവകാശമായിട്ട് തരും. നിനക്കൊരു സന്തതി ജനിക്കും. കണ്ടോ, സന്തതിയുടെ വാഗ്ദത്തം, പിന്നെ ദേശത്തിന്റെ വാഗ്ദത്തം. ചുരുക്കി പറഞ്ഞാൽ അബ്രഹാമിന് ദൈവം കൊടുത്ത 12-ാം അധ്യായത്തിലെ വാഗ്ദത്തങ്ങളെ മുഴുവനും കൂടെ 2ആയിട്ട് നമുക്ക് ക്രോഡീകരിക്കാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണത്. ഓർമ്മയുണ്ടോ എന്തൊക്കെയാണെന്ന്? We can summarize all the Abrahamic promises God gave to Abraham. There are multiple promises, but we can summarize them into 2. ഏതൊക്കെയാണെന്ന് ഓർക്കുന്നു? തെറ്റിയാലും സാരമില്ല. ഒന്ന്, ദേശത്തിന്റെ വാഗ്ദത്വവും പിന്നെ സന്തതിയുടെ വാഗ്ദത്വം. വെരി ഗുഡ്. Promise of the land and promise of the seed. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം, ദേശത്തിന്റെ വാഗ്ദത്തവും
സന്തതിയുടെ വാഗ്ദത്തം. അതിൽ ദേശത്തിന്റെ വാഗ്ദത്തമാണ് പലസ്തീന്യ ഉടമ്പടി. നമ്മളത് രണ്ടും കൂടെ സമയം ലാഭിക്കുന്നതിന് വേണ്ടി നേരത്തെ പഠിച്ചിട്ടുള്ളത് കൊണ്ടും ഒരുമിച്ചെടുക്കുന്നു. നിങ്ങൾ എഴുതുമ്പോൾ രണ്ടായിട്ട് എഴുതിക്കൊള്ളുക: അബ്രഹാമ്യ ഉടമ്പടിയും പലസ്തീന്യ ഉടമ്പടിയും. പലസ്തീന്യ ഉടമ്പടിയും അബ്രഹാമ്യ ഉടമ്പടിയിൽ പെട്ടതാണെന്നേ ഉള്ളൂ. എന്നാൽ അബ്രഹാമ്യ ഉടമ്പടിക്കകത്ത് സന്തതിയുടെ വാഗ്ദത്തവും കൂടെ ഉണ്ട്. സന്തതിയുടെ വാഗ്ദത്തവും കൂടെ ഉണ്ട്. കൂടാതെ നമ്മൾ ഉൽപ്പത്തി 15-ാമത്തെ അധ്യായത്തിൽ 18 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിലും കാണുന്നുണ്ട്. ജെനസിസ് ചാപ്റ്റർ 15 വേഴ്സസ് 18 to 20. അതും കൂടെ ഒന്ന് വായിച്ചോളൂ. അന്ന് യഹോവ അബ്രഹാമിനോടൊരു നിയമം ചെയ്തു: നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കദ്മോന്യർ, ഹിത്യർ, പെരിസ്യർ, രഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. കണ്ടോ? നിയമം ചെയ്തു. മെയ്ഡ് എ കവനന്റ് വിത്ത് എബ്രഹാം. ആ നിയമം കണ്ടോ? രണ്ട് കാര്യങ്ങളാ: നിന്റെ സന്തതിക്ക്, നിന്റെ സന്തതിക്ക്. രണ്ട്, ഈ ദേശം, ദേശം. അപ്പോൾ അബ്രഹാമിന് ദൈവം കൊടുത്ത ഉടമ്പടിയാണിത്. ദേശത്തിന്റെ വാഗ്ദത്തവും സന്തതിയുടെ വാഗ്ദത്തവും. അതിൽ ദേശത്തിന്റെ വാഗ്ദത്തം അല്ലെങ്കിൽ ഉടമ്പടി എടുത്തെടുത്ത് വീണ്ടും അവരുടെ തലമുറകളോടും കൂടെ പറയുന്നുണ്ട്. അതിനെ നമ്മൾ പലസ്തീന്യ ഉടമ്പടി എന്നങ്ങ് വിളിക്കുന്നു. ഇതാണ് അവയ്ക്ക് രണ്ടിനും തമ്മിലുള്ള ബന്ധം. സംഖ്യാപുസ്തകം 34-ന്റെ 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിലും നാം അത് കാണുന്നുണ്ട്. നമ്പേഴ്സ് 34 വേഴ്സസ് 1 through 12. അത്രയും വാക്യങ്ങൾ ഉള്ളത് കൊണ്ട് വായിക്കുന്നില്ല, നമ്മുടെ സമയവും അടുത്തു വരുന്നുവല്ലോ. ഇങ്ങനെ ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയും ഇസ്രായേൽ ജനത്തോട് ചെയ്ത ഉടമ്പടിയും നിവർത്തിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സഹസ്രാബ്ദം അവർക്ക് നൽകുകയാണ്. ഇത് രണ്ടും വ്യക്തമാണോ? ദേശം എന്ന് പറയുമ്പം കനാൻ ദേശം, പലസ്തീൻ. അതെ, അതെ. അപ്പൊ സന്തതി എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെയാണ്. സന്തതി രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സന്തതി. ആ സന്തതി ക്രിസ്തു. അവിടെയാണ് അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. സീഡ് ഓഫ് എബ്രഹാം, അത് ക്രിസ്തുവാണ്. ഇവിടെ പറയുന്ന സന്തതി മുഴു ഇസ്രായേലുമാണ്. മുഴു ഇസ്രായേലും. ഈ മുഴു ഇസ്രായേലിനും ദൈവം വാഗ്ദത്തം കൊടുത്ത ഈ പ്രദേശം അവരുടേതു മാത്രമായി, വേറെ ആരും അവകാശം പറയാത്തതായി, വേറെ ആരും ഭീഷണിപ്പെടുത്താത്തതായി ഇതുവരെയും അവർക്ക് ലഭിച്ചിട്ടില്ല. ഈ രണ്ട് വാഗ്ദത്തങ്ങൾ അഥവാ ഉടമ്പടികൾ, ഏത് വാഗ്ദത്തങ്ങൾ? അബ്രഹാമിനോട് ദൈവം ചെയ്ത ദേശത്തിന്റെയും നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വതാവകാശമായി ലഭിക്കും എന്നുള്ളതും, ഇസ്രായേൽ മക്കൾക്ക്, ഇസ്രായേൽ ഒരു ജാതിയായി കഴിഞ്ഞിട്ട് മോശ മുഖാന്തരം അവരോട് അരുളി ചെയ്തതുമായ ഈ വാഗ്ദത്തങ്ങൾ അഥവാ നിയമങ്ങൾ ഇതുവരെ പൂർണ്ണമായിട്ടില്ല.
അത് പൂർണ്ണമാകുന്നത് സഹസ്രാബ്ദത്തിലാണ്. 2, നിന്റെ സന്തതിക്കെന്ന് പൗലോസ് പറയും പോലെ ഏകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആ സന്തതി ഈ ദേശത്തിന്മേൽ ഭരണം നടത്തും എന്നുള്ളതാണ്. ആ സന്തതിയുടെ 2 അർത്ഥതലങ്ങളും ഇവിടെയുണ്ട്. ഒന്ന്, ഏക രാജാവായി ഭരിക്കുന്ന ഒരു സന്തതി. 2, ഈ ദേശം മുഴുവനും അവകാശമായി നിർഭയം വസിക്കുന്ന ഒരു ബഹുജാതി. ഈ 2 അർത്ഥങ്ങളും ഇവിടെ സന്തതിക്കുണ്ട്. അങ്ങനെ അബ്രഹാമിന്റെ സന്തതി എന്ന നിലയിൽ ഈ നാടിന്റെ യഥാർത്ഥ അധികാരി യേശുവാണെന്നാണ് നമ്മൾ ഈ സഹസ്രാബ്ദത്തിന്റെ തുടക്കം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. മത്തായി 1:1 മുതലേ നമ്മൾ ആ കാര്യം കണ്ടു. കൂടാതെ ആരും ഭയപ്പെടുത്താതെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരുടെ സന്തതി പരമ്പര ഈ ദേശം മുഴുവനും അവകാശമായി വ്യാപിച്ചു കിടക്കണം. ഇപ്പോൾ അങ്ങനെ അല്ല. ഇപ്പോഴും ഇസ്രായേൽ ഒരു തോൽവി കൂടെ രുചിച്ചറിയും. ഒരു തോൽവി കൂടെ ഇസ്രായേൽ രുചിച്ചിട്ട് അവരുടെ ദേശം വിട്ട് അവർ പോകും. അവർ ഒരിക്കൽ കൂടെ കൊള്ളയായി തീരും. അതിനൊക്കെ ശേഷം ഏറ്റവും ഒടുവിൽ അവരെ പിന്നെയും മടക്കി വരുത്തി എന്നേക്കുമായി ദേശത്ത് പാർപ്പിക്കുന്ന വാഗ്ദത്തമാണ് പലസ്തീന്യ ഉടമ്പടിയിൽ ആവർത്തനം 30-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. അത് 2ഉം കൂടെ നമ്മൾ ഇവിടുന്ന് യോജിപ്പിച്ചു എന്നേ ഉള്ളൂ. വ്യക്തമായല്ലോ? ഇപ്പോഴത്തെ യുദ്ധത്തിന് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? എന്തോ? ഇപ്പോഴത്തെ യുദ്ധത്തിന് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇപ്പോഴത്തെ യുദ്ധത്തിനും ബന്ധമില്ലാതില്ല. ഈ യുദ്ധത്തിലൊക്കെ ഇസ്രായേൽ ഒറ്റപ്പെടുകയും അവരുടെ കരുതൽ ശേഖരങ്ങളൊക്കെ നഷ്ടപ്പെടുകയും അവർക്ക് മറ്റ് ചിലരിൽ ആശ്രയിക്കേണ്ടതായി വരികയും ഒക്കെ ചെയ്യും. അതിനെല്ലാം ഇപ്പോഴത്തെ യുദ്ധവും ഒരു കാരണമാണ്, അതിലേക്കുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ ആത്യന്തികമായി തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ അവർക്ക് ഇടക്കാലത്ത് വലിയ വീഴ്ചയും തോൽവിയും സംഭവിക്കും തിരുവെഴുത്തുകളിൽ പ്രകാരം. അതിനൊക്കെ ഇപ്പോഴത്തെ യുദ്ധവും കാരണമാണ്. ഇപ്പോൾ തന്നെ 2 വർഷത്തിലധികമായിട്ട് നിരന്തരം അവര് യുദ്ധം ചെയ്യുകയാണ്. അവരെ 2 വർഷം മുമ്പ് ഹമാസ് ആക്രമിച്ചപ്പോഴും അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നും പ്രവർത്തിച്ചില്ല. ഇപ്പോഴും ഇറാൻ അവരെ അടിക്കുമ്പോഴും കുറേയേറെ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ നഷ്ടങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് ഇസ്രായേലിന്. അതെല്ലാം ഇതിന്റെ ഭാഗങ്ങളാണ്. അവർ ഒരിക്കൽ കൂടെ ചിതറിക്കപ്പെട്ടേ പറ്റൂ. ഈ നിലയിൽ പോയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ കർത്താവ് വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ അർത്ഥത്തിലും. അപ്പം ഇസ്രായേലിന് പലസ്തീന്യ ഉടമ്പടിയിൽ കർത്താവ് പറഞ്ഞ കാര്യം ഇനി നിറവേറാനിരിക്കുന്നു. അതിന്റെ നിറവേറൽ, ഇതിന്റെ എല്ലാം അക്ഷരീകമായ പൂർത്തീകരണം ഈ സഹസ്രാബ്ദത്തിലാണ് സംഭവിക്കുക. ആ വാഗ്ദത്തങ്ങളുടെ, ആ ഉടമ്പടികളുടെ നിവർത്തിക്ക് വേണ്ടി ഈ സഹസ്രാബ്ദ വാഴ്ച അനിവാര്യമാണ്. അതാണ് അതിന്റെ ഉദ്ദേശം.
ഈ ഉൽപ്പത്തി 13:15 കൂടെ ഒന്ന് നോക്കുമോ? അതും കൂടെ നോക്കി നമുക്ക് നിർത്താം. ജെനസിസ് 13:15, 13:15. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. സ്തോത്രം. 17:8, 17:8. മറ്റൊരാൾക്ക് ആ സമയത്ത് എഹെസ്കേൽ 16:60 കൂടെ എടുത്തു വയ്ക്കാം. എസെക്കിയേൽ 16:60. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. വേറെ ആരെങ്കിലും എടുത്തോ? എഹെസ്കേൽ 16:60. ഇല്ലെങ്കിൽ എടുത്തവരെടുത്ത് വായിച്ചോളൂ. Nevertheless, I will remember my covenant with thee in the days of thy youth, and I will establish unto thee an everlasting covenant. സ്തോത്രം. കണ്ടോ? ശാശ്വതാവകാശം, എവർലാസ്റ്റിംഗ് കവനന്റ്. ആൻഡ് എവർലാസ്റ്റിംഗ് ഓർ ഇറ്റേണൽ ഇൻഹെറിറ്റൻസ്. ഈ വാഗ്ദത്തങ്ങളെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് നമ്മൾ പലസ്തീന്യ ഉടമ്പടി എന്നും അബ്രഹാമ്യ ഉടമ്പടി എന്നും കണ്ടത്. അതിന്റെ പൂർത്തീകരണമാണ് ഇതിന്റെ ലക്ഷ്യം, ഈ സഹസ്രാബ്ദത്തിന്റെ. ഇത്രയും കാര്യങ്ങളിൽ മറ്റ് സംശയങ്ങളില്ലല്ലോ. ഇല്ലെങ്കിൽ മൂന്നാമത്തെ ഉടമ്പടി, അതും വിശദീകരിക്കേണ്ടാത്തത് കൊണ്ട് പറഞ്ഞ് നമുക്കിന്ന് നിർത്താം. മൂന്നാമത്തെ ഉടമ്പടിയാണ് ഡേവിഡിക്, ദാവീദ്യ ഉടമ്പടി. നമ്മൾ അതിനെക്കുറിച്ചും ഇന്നലെയും ഇനിയാനൊക്കെ ചിന്തിച്ചത് കൊണ്ട് വിശദീകരിക്കുന്നില്ല, അതിവിടെ പേര് പറഞ്ഞു നിർത്തുന്നതേ ഉള്ളൂ. അതാണ് നമ്മൾ കാണുന്നത് 2 ശമൂവേൽ 7-ാമത്തെ അധ്യായത്തിൽ. 2 ശമൂവേൽ 7-ാമത്തെ അധ്യായത്തിൽ വിശേഷിച്ച് അതിന്റെ 14 തൊട്ട് 12 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടതാണ്, അതുകൊണ്ട് വായിക്കുന്നില്ല. 2 Samuel chapter 7, 12 to 16. Otherwise, that chapter is the chapter of Davidic covenant. Davidic covenant. അവിടെ ഈ ദാവീദ്യ ഉടമ്പടിയിൽ നാം കാണുന്നത്, സ്തോത്രം, നമ്മൾ നേരത്തെ തന്നെ കണ്ട കാര്യമാണ്. ഒന്ന്, ഒരു നിത്യ സിംഹാസനം, an eternal throne. Eternal throne. നിന്റെ സിംഹാസനം സ്ഥിരമാക്കും എന്നുള്ളത്. സ്തോത്രം. an everlasting throne. 2, an everlasting kingdom. ഒരു നിത്യരാജത്വം. നിന്റെ സിംഹാസനം സ്ഥിരമാക്കും. 2, നിന്റെ രാജത്വത്തിന് അന്തമുണ്ടാകില്ല. 3, an everlasting king, അല്ലെങ്കിൽ an everlasting seed. നിനക്ക് ഒരു നിത്യമായി ഭരണം നടത്തുവാൻ രാജാവ് അഥവാ സന്തതി ആയിരിക്കും. അപ്പൊ ഈ 3 വാഗ്ദത്തങ്ങളാണ് ദാവീദ്യ ഉടമ്പടിയിലുള്ളത്. ശാശ്വതമായ സിംഹാസനം, ശാശ്വതമായ രാജ്യം, അതിൽ എന്നേക്കും ഇരിക്കുന്ന ഒരു രാജാവ് അഥവാ സന്തതി. ഇത് 3ഉം നിറവേറുന്നത് ആരിലാണ്? യേശുക്രിസ്തുവിൽ. എപ്പോൾ? സകല മാനുഷ്യ ഭരണകൂടങ്ങളെയും മാറ്റിയിട്ട് യേശുക്രിസ്തു യെരുശലേമിൽ തന്റെ സിംഹാസനം ഇടുമ്പോൾ. അത് സഹസ്രാബ്ദത്തിലാണ് സംഭവിക്കുന്നത്. അതിന്റെ ഈ വിശദീകരണങ്ങൾ നമ്മൾ കണ്ടതായതുകൊണ്ട് കൂടുതൽ അതേപ്പറ്റി പറയേണ്ടതില്ലല്ലോ.
സ്തോത്രം. അപ്പോൾ ഈ 3 ഉടമ്പടികൾ ഇനി ഒരെണ്ണമുണ്ട്. അതിനെക്കുറിച്ച് കർത്താവ് വരാത്ത പക്ഷം നാളെ നമുക്ക് ചിന്തിക്കാം. ഈ 3 എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അങ്ങനെയാണെങ്കിൽ കർത്താവിന് വെച്ചാൽ നാളെ നമുക്ക് നേരിട്ട് 4-ാമത്തേതിലേക്ക് അങ്ങ് കടക്കാം. സ്തോത്രം. മറ്റൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ വാഗ്ദത്ത നിവൃത്തി, സ്തോത്രം, നമ്മുടെ കർത്താവ് തൻ്റെ നിത്യരാജ്യത്തിന്റെ സ്ഥാപനത്തിലൂടെ നടത്തും. നാം അറിയുന്നു. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ വളരെ മുമ്പേ നമുക്ക് കർത്താവ് യേശു നേരിട്ട് തന്ന വാഗ്ദത്തം നിവർത്തിക്കും. ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നാം അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതെപ്പോൾ എന്നറിയുന്നില്ല. കള്ളനെ പോലെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കർത്താവ് വരാം. ആ വരവിനായി നമുക്കൊരുങ്ങാം. നമ്മെ തന്നെ അതിനുവേണ്ടി സമർപ്പിക്കാം. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.